എൻ്റെ നല്ലയമ്മ. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയം ഓരോ ജീവിതത്തിൻ്റെയും വഴികാട്ടിയും സംരക്ഷകയുമായി മാറുന്ന നിരവധി അനുഭവങ്ങൾ ഇന്നും സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരം പരിശുദ്ധയമ്മ നേർവഴിക്ക് നയിച്ച ഒരു ജീവിതമാണ് ഈ വന്യ പുരോഹിതൻ്റേത്. ഇത് ആചാര്യ ഫാദർ മരിയാനന്ദ്. സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിലും ചൈതന്യത്തിലും അടിസ്ഥാനമിട്ട് ആദ്യമായി രൂപീകൃതമായ താപസ സന്യാസ ജീവിതത്തിൻ്റെ സ്ഥാപകനും അമരക്കാരനും. ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടി എന്ന ഗ്രാമത്തിൽ ബെനഡിക്റ്റൻ താപസ ജീവിതത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് സ്ഥാപിച്ച ദിവ്യകാരുണ്യ മാതാ ബെനഡിക്റ്റൻ മൊണാസ്ട്രിയിൽ പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ പരിശുദ്ധയമ്മ അനുദിനം വഴി നയിച്ച നിരവധി അനുഭവങ്ങളാണ്. ഞാൻ മരിയാനന്ദ് എന്ന പേര് സ്വീകരിക്കാനുള്ള കാരണം ആശ്രമത്തിലെ സന്യാസം സ്വീകരിക്കുന്നതോടുകൂടി പഴയ പേര് മാറി സന്യാസ പേര് സ്വീകരിക്കുക പതിവുണ്ട്. ആശ്രമത്തിൻ്റെ ആചാര്യ എന്നോട് പേര് മാറുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അമലാനന്ദ് എന്ന പേര് ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ സീനിയറായിട്ടുള്ള ബ്രദർ ഈ അമലാനന്ദ് എന്ന പേര് സ്വീകരിച്ചിരുന്നു. അതിനാൽ ആ പേര് തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആചാര്യ തന്നെയാണ് ഈ മരിയാനെന്ന പേര് നിർദ്ദേശിച്ചത്. പക്ഷേ എനിക്കെന്തോ അതിനോട് വലിയൊരു താല്പര്യം തോന്നിയില്ല. എന്നാൽ ഞാൻ അന്ന് ആചാര്യ എന്നോട് പറഞ്ഞത് പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുക, ഏത് പേരാണെന്നുള്ളത് പ്രാർത്ഥിച്ച് നിനക്കിഷ്ടമുള്ള മാതാവിൻ്റേതോ ഈശോയുടെ പേര് കൂട്ടി പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു, മരിയാനന്ദ് എന്ന പേര് എനിക്ക് ആനന്ദമുള്ള ഒരു വ്യക്തിയാണ് നീ, അതുപോലെ നിനക്ക് ഞാനും ആനന്ദമാണ്, അതുകൊണ്ട് ആ പേര് എനിക്കിഷ്ടമാണ്. ഞാൻ ആ പേര് സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നീടാണ് അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഉള്ളായ്മയൊക്കെ മനസ്സിലാക്കുവാനും അത് കൂടുതൽ എനിക്ക് സന്തോഷത്തോടെ ആ പേരിനോട് സ്വീകരിച്ചതിൽ അഭിമാനം തോന്നുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പരിശുദ്ധ അമ്മയുടെ ആനന്ദമാണ്, അമ്മ എൻ്റെയും ആനന്ദമാണ്. ഇപ്പോൾ ദിവ്യകാരുണ്യ മാതാ ആശ്രമം ബെനഡിക്റ്റൻ നിയമങ്ങൾ പാലിച്ച് സ്ഥാപിതമായിരിക്കുന്ന ഈ ആശ്രമത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. 1999 ലൂർദിൽ ആചാര്യയോടുകൂടി ജനറൽ ചാപ്റ്ററിൽ സംബന്ധിക്കുമ്പോൾ അവിടെ വെച്ചാണ് സീറോ മലബാർ സഭയിലെ ബെനഡിക്റ്റൻ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ആ കർശന നിയമാനുഷ്ഠാന സന്യാസ സഭയുടെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ഒരാശ്രമം സ്ഥാപിതമാകണം എന്നൊരാഗ്രഹം പരിശുദ്ധ അമ്മയിൽ നിന്നും കിട്ടിയൊരു പ്രേരണ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2005 ദിവ്യകാരുണ്യ മാതാവിൻ്റെ ആ ചിത്രം പൂർത്തിയാക്കിയപ്പോൾ ഈ പ്രേരണ, ഈ നാമത്തിൽ സീറോ മലബാർ സഭയിലെ ഒരാശ്രമം സ്ഥാപിക്കണം എന്ന ശക്തമായ പ്രേരണ അഭിമന്യ പാലാ രൂപതാധ്യക്ഷനായ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവുമായിട്ട് പങ്കുവയ്ക്കുകയും അതിൻ്റെ ഫലമായി പിതാവ് വളരെ പ്രോത്സാഹിപ്പിച്ച് ഒരാശ്രമം സ്ഥാപിക്കുവാൻ വേണ്ട എല്ലാവിധ പിന്തുണയും പിതാവ് നൽകുകയും ചെയ്തു. ഈ സമയത്ത് ഞങ്ങൾ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. കാരണം മാതാവിൽ നിന്നും ആണ് ഈ ഒരു പ്രേരണ ആരംഭിച്ചത്. ദിവ്യകാരുണ്യ മാതാവ് അർത്ഥമാക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ആ സ്നേഹം, അത് ദിവ്യകാരുണ്യ ഈശോയോടുള്ള ഭക്തിയും ബന്ധവുമായി രൂപാന്തരപ്പെടുക. അങ്ങനെ മനുഷ്യനെ, ദൈവമക്കളെ തിന്മയുടെ പിടിയിൽ നിന്നും സാത്താൻ്റെ കെണിയിൽ നിന്നും സംരക്ഷിക്കപ്പെടുക. ഈ ഒരു വലിയ ലക്ഷ്യമാണ് പരിശുദ്ധ അമ്മ എനിക്ക് തന്നൊരു പ്രേരണയായിട്ട് അനുഭവപ്പെട്ടത്. അങ്ങനെ
കല്ലറങ്ങാട്ട് പിതാവുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം എൻ്റെ സഭാധികാരികളോട് റോമിൽ നിന്നുള്ള ആബട്ട് ജനറൽ അദ്ദേഹത്തോട് ഞാൻ ഇതിനെക്കുറിച്ച് ലെറ്റർ വഴി സംസാരിക്കുകയും സിറോ മലബാർ സഭയിൽ ഒരു പുതിയ ആശ്രമം തുടങ്ങാൻ എന്നെ അനുവദിക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആദ്യമൊക്കെ കുറച്ച് എതിർപ്പുകൾ പറഞ്ഞെങ്കിലും ഈ ആശ്രമം സ്ഥാപിക്കുവാനുമായുള്ള അനുവാദം തന്നു. ഞാൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് അനുവാദവും ആശീർവാദവും ആബട്ട് ജനറലും മറ്റ് ആബട്ടുമാരുമൊക്കെ ആശീർവാദവും അനുവാദവും തന്നാണ് ഈ സിറോ മലബാർ സഭയിലെ ഈ ആശ്രമം ദിവ്യകാരുണ്യ മാത ബെനഡിക്റ്റൻ മൊണാസ്ട്രി തുടങ്ങാനിടയായത്. അഭിമന്യ ഇടുക്കി രൂപതാധ്യക്ഷനായ ആനക്കുഴിക്കാട്ടിൽ പിതാവ് അതിനുവേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു തരികയും പ്രാർത്ഥനാപൂർവം എല്ലാ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രേരണയിൽ സാധിച്ചു തന്നു. 2011 ഫെബ്രുവരി 2-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണ തിരുനാൾ ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിച്ച തിരുനാൾ, അങ്ങനെ സമർപ്പിതരുടെ തിരുനാൾ ദിവസം ഈ ആശ്രമത്തിൻ്റെ ആശീർവാദവും ആരംഭവും കുറിച്ചു. ആശീർവദിച്ച് ആദ്യമായി ദീപബലി അർപ്പിച്ച് ഈ ആശ്രമം തുടങ്ങി അന്ന് മുതൽ ധാരാളം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയോടുള്ള ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാനിടയാവുകയും ചെയ്യുന്നു. ആ കാര്യത്തിൽ ഒത്തിരി സന്തോഷം എനിക്കുണ്ട്. പലരും എന്നോട് പങ്കുവച്ചിട്ടുള്ളത് മാതാവിനോട് കൂടുതൽ അടുക്കുവാനും മാതാവ് വഴി ഈശോയിലേക്ക് ഒരു വലിയ ബന്ധം സ്ഥാപിക്കാനും സാധിച്ചു എന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എന്നാൽ ഈ വിശുദ്ധിയിൽ വളരാനും നിലനിൽക്കാനും നമ്മെ ഏറ്റവും സഹായിക്കുന്നത് വിശുദ്ധി തന്നെയായ ഈശോയുടെ അമ്മയാണ്. ദിവ്യ ഈശോയുടെ മാതാവിനോടുള്ള പ്രാർത്ഥനയാണ് ബാല്യകാലം മുതൽ വിശുദ്ധിയിൽ വളരാൻ തന്നെ സഹായിച്ചതെന്ന് ഈ വൈദികൻ എടുത്തു പറയുന്നു. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും തീർച്ചയായിട്ടും നമ്മളെ വിശുദ്ധിയിൽ വളർത്തുകയും നയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 13 വയസ്സിൽ എനിക്ക് കിട്ടിയ ഒരു പ്രാർത്ഥനയാണ് ദിവ്യ ഈശോയെ പ്രസവിക്കുന്നതിന് മുൻപ് കന്യകയായിരുന്ന പരിശുദ്ധ അമ്മേ, എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധമായി പരിപാലിക്കണമേ. ആ രണ്ടാമത് ദിവ്യ ഈശോയെ പ്രസവിച്ചപ്പോൾ കന്യകയായിരുന്ന പരിശുദ്ധ അമ്മേ, എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധമായി പരിപാലിക്കണമേ. മൂന്നാമത് ദിവ്യ ഈശോയെ പ്രസവിച്ചതിന് ശേഷവും കന്യകയായിരുന്ന പരിശുദ്ധ അമ്മേ, എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധമായി പരിപാലിക്കണമേ. ഈ പ്രാർത്ഥന 13 വയസ്സ് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസത്തിൽ പല പ്രാവശ്യം ആ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും അതൊരു വലിയൊരു അനുഭവമായിട്ട് തീരാറുണ്ട്. അമ്മ അതിന് നമ്മളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. ധാരാളം പേരോട് ഞാനിത് ഉപദേശിക്കാറുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങൾ തുടർച്ചയായിട്ട് ചെല്ലണം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ, പല വിധത്തിലുള്ള പ്രലോഭനങ്ങളെ, പരീക്ഷണങ്ങളൊക്കെ അകപ്പെടുന്നവരോട് ഞാൻ ഈ പ്രാർത്ഥന ഉപദേശിക്കാറുണ്ട്. തീർച്ചയായിട്ടും അവരത് വളരെ അനുഗ്രഹപ്രദമായിട്ട് തന്നെ അവർക്ക് ഫലം ലഭിച്ചിട്ടുമുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം, അമ്മ പരിശുദ്ധിയിൽ ജീവിച്ചതുപോലെ തന്നെ നമ്മെയും പരിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഏതെങ്കിലുമൊക്കെ പ്രലോഭനങ്ങളോ പരീക്ഷണങ്ങളോ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയോട് ഉള്ളുരുകി അമ്മ എന്നെ സഹായിക്കണം, എനിക്ക് അമ്മയുടെ സഹായം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ സഹായിക്കുന്ന അനുഭവങ്ങളെ, അമ്മ നമ്മളെ ആ വിശുദ്ധിയിലും തീക്ഷ്ണതയിലും പ്രാർത്ഥനയിലും ഒക്കെ വളരാൻ സഹായിക്കുന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന വളരെ സഹായകരമായിരിക്കുമെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. പരിശുദ്ധയമ്മ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിച്ച് ഉദരത്തിൽ വളർത്തി കരങ്ങളിലൂടെ ലോകത്തിന് നൽകി. ഈ വലിയ വിശ്വാസ സത്യം
ഒരു ദർശനത്തിലൂടെ ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ പരിശുദ്ധ അമ്മ തന്നെയാണ് ഇദ്ദേഹത്തിന് വെളിപ്പെടുത്തിയത്. തുടർന്ന് ഇദ്ദേഹം രചിച്ച മരിയൻ പ്രാർത്ഥന വഴി അത്ഭുതകരമായ അനേകം അനുഗ്രഹങ്ങൾ അനേകർക്ക് ലഭിക്കുന്നതിന് പരിശുദ്ധ അമ്മ ഇടവരുത്തി. ദിവ്യകാരുണ്യ മാതാവിൻ്റെ ചിത്രം ഞാൻ കുരിശുമല ആശ്രമത്തിലായിരിക്കുമ്പോൾ വെളുപ്പിനെ ഒരു പ്രാർത്ഥന എൻ്റെ ഒരു ശീലമായിരുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുരിശുമലയിലെ മദ്ബഹായുടെ ഫ്രണ്ടിലുള്ള വിരിയിൽ ഉണ്ണി ഈശോയെ ഹൃദയത്തോട് ചേർത്ത് വലതുകരങ്ങളിൽ പിടിച്ചിരിക്കുന്ന, വലതുകരത്തിൽ പരിശുദ്ധ അമ്മ ഉണ്ണിയെ താങ്ങി പിടിച്ചിരിക്കുന്ന ഒരു ചിത്രം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. മാതാവ് ഹൃദയത്തിൽ ഈശോയെ സ്വീകരിച്ചു, ഉദരത്തിൽ വളർത്തി ലോകത്തിന് നൽകി, കരങ്ങളിലൂടെ നൽകി. ആ ഒരു ഓർമ്മ ആണ് ആ സമയം ആ ചിത്രം കണ്ടപ്പോൾ എനിക്കുണ്ടായത്. ഈശോയുടെ ഇടത് കൈ പരിശുദ്ധ അമ്മയുടെ ഇടത് കൈയോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. വീണ്ടും അമ്മയുടെ ഇടത് കൈയിലെ കാസായിലെ ഈശോയുടെ ആ തിരുരക്തം, ഈശോ വലത് കൈയിൽ പിടിച്ചിരിക്കുന്ന ആ തിരുവോസ്തി അല്പം ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. കാസായെ അല്പം ഒന്ന് ഉയർത്തിയിട്ടാണ് ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയും ചേർന്നാണ് ഈ വചനം ഉരുവിട്ടത്. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. പരിശുദ്ധ അമ്മയുടെ ശരീരവും രക്തവുമാണല്ലോ ഈശോയുടെ ശരീരവും രക്തവും. ഈ രണ്ട് ശക്തി സാത്താൻ്റെ തല തകർക്കും എന്നൊരു ഉറപ്പ് ആണ് ആ അമ്മയുടെ പാദത്തിനടിയിൽ തകർക്കപ്പെട്ട സർപ്പത്തിൻ്റെ ഒരു ചിത്രവും ആ ചിത്രത്തിൽ കാണാൻ സാധിച്ചു. പിന്നീട് ഞാൻ ഈ ചിത്രത്തെക്കുറിച്ച് ആശ്രമത്തിൽ സംസാരിച്ചു. അഭിവന്യ രൂപതാധ്യക്ഷനായ ക്ലിമീസ് മാർ ബസേലിയോസ് പിതാവ് തിരുവല്ല അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായിരുന്നു. അദ്ദേഹത്തോടും സംസാരിച്ചപ്പോൾ ഈ ചിത്രം വരപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഈ ചിത്രം വരയ്ക്കുവാനായിട്ട് പലരെയും അന്വേഷിച്ചു. അവസാനം കോട്ടയത്തുള്ള ഒരു ഹിന്ദു ആർട്ടിസ്റ്റാണ് ആ ചിത്രം വരച്ചത്. അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ആ ചിത്രം വരയ്ക്കാനായിട്ട് തയ്യാറായത്. ആ ചിത്രം വരച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് അഭിമന്യ ക്ലിമീസ് മാർ ബസേലിയോസ് പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു. ആ ചിത്രം പൂർത്തിയായപ്പോൾ ഞാനതിൻ്റെ ഫോട്ടോ കൊണ്ട് തിരുവനന്തപുരത്ത് മേജർ ആർച്ച് ബിഷപ്പിനെയാണ് കാണിച്ചത്. പിതാവിനോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഇത് നമ്മുടെ സഭയുടെ വലിയൊരു സത്യം വെളിപ്പെടുത്തുന്നതാണ്, വലിയൊരു തിയോളജിയാണിത്. അതുകൊണ്ട് ഈ ചിത്രത്തിന് അച്ഛൻ തന്നെ ഒരു പ്രാർത്ഥനയും എഴുതണം. ഞാൻ പിതാവിനോട് ആശീർവാദം മേടിച്ച് ആ ചിത്രം മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതിയ പ്രാർത്ഥനയാണ് ആ ചിത്രത്തിൻ്റെ ആദ്യമായിട്ട് ആ മഹത്വപൂർണ്ണയായ സ്വർഗരാജ്ഞി ദിവ്യകാരുണ്യ നാഥേ പിശാചിൻ്റെ തല തകർത്തവളെ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന പിന്നീട് അനേകരത് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിച്ചവർക്കൊക്കെ അത്ഭുതകരമായ അനുഭവങ്ങൾ ലഭിക്കാനിടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ വൈദികരും സന്യസ്തരുമൊക്കെ ആ പ്രാർത്ഥന കൂടുതൽ ഉരുവിടുവാനും ആവർത്തിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായതിൻ്റെ അനുഭവങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് ജീവിതത്തിലെ പ്രതിസന്ധികളിലൊക്കെ പ്രാർത്ഥിച്ചവർക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടിയതായിട്ടും എല്ലാറ്റിലും ഉപരിയായിട്ട് ഭക്തിയും തീഷ്ണതയും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ കൂടുതൽ അറിയാൻ, അനുഭവിക്കാൻ, ആ ദിവ്യകാരുണ്യം പരിശുദ്ധ ബലിയർപ്പിക്കുവാനും ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനുമുള്ള വലിയൊരു പ്രേരണയും പ്രചോദനവും ഈ പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിച്ചിട്ടുണ്ട്. വലിയ ഒരു മരിയ ഭക്തനാണ് ഈ താപസ ശ്രേഷ്ഠൻ. പരിശുദ്ധ അമ്മ വഴി നയിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമ കൂടിയാണ് ഇദ്ദേഹം. പരിശുദ്ധ അമ്മയ്ക്ക് ഇദ്ദേഹത്തോടുള്ള സ്നേഹം ഓരോ ജീവിതാനുഭവങ്ങളിൽ കൂടിയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 1996 എൻ്റെ ഗുരുവായ ഫ്രാൻസിസ് ആചാര്യോടുകൂടി റോമിൽ ഒരു ജനറൽ ചാപ്റ്ററിനെ സംബന്ധിക്കുവാനായിട്ട് പോകാനിടയായി. അച്ഛൻ്റെ ഒരു ശുശ്രൂഷകനായിട്ടാണ് ഞാൻ അച്ഛൻ്റെ കൂടെ പോയത്. കൂടെ തിരുവല്ല രൂപതയുടെ അന്നത്തെ മെത്രാനായിരുന്ന ഗീവർഗീസ് മാർ തിമോത്തിയോസ്
തിരുമേനി ഉണ്ടായിരുന്നു. തിരുമേനി ഇന്ന് വളരെ അവശനിലയിൽ ആണ് ജീവിച്ചിരിപ്പുണ്ട്. തിരുമേനിയുടെയും ആചാര്യയുടെയും ഒരു വാത്സല്യം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ റോം യാത്ര നടത്തിയത്. ഇപ്പോൾ റോമിൽ വെച്ച് ഞങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഒക്കെ ഇടയ്ക്ക് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായും റോമിലെ പ്രധാന ഭാഗങ്ങളൊക്കെ സന്ദർശിക്കാൻ ഒരു ദിവസം ലഭിച്ചിരുന്നു. അപ്പോൾ ഈ ബസിലിക്ക സന്ദർശിച്ച സമയം ഞാൻ പിയാത്തെ വ്യാകുല മാതാവിൻ്റെ ആ രൂപം ഞാൻ അന്വേഷിച്ചു. അപ്പോഴാണ് നമ്മൾ ആ ബസിലിക്കയിലേക്ക് കയറുന്ന ആ പ്രധാന വാതിലിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ രൂപം സ്ഥിതി ചെയ്യുന്നതെന്ന് കാണുകയും അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ജോൺ പോൾ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഭക്തനാണ്. ഒപ്പം തന്നെ ഈ രൂപത്തിൻ്റെ മുൻപിൽ പല പ്രാവശ്യവും ജോൺ പോൾ മാർപ്പാപ്പ പ്രാർത്ഥിക്കുന്നതായിട്ട് കേൾക്കുകയും ഫോട്ടോകൾ കാണുകയൊക്കെ ചെയ്തു. ജോൺ പോൾ മാർപ്പാപ്പ സമർപ്പിച്ചത്, ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. ഞാനും അവിടെ വെച്ച് അമ്മയ്ക്ക് ആ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ സമർപ്പിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലെ ഒരു വെളിപ്പെടുത്തലായിട്ട് കിട്ടിയ ഒരു ബോധ്യമാണ്, പിറക്കാനിടമില്ലാത്തവർക്ക്, ജീവിക്കാൻ ഇടമില്ലാത്തവർക്കൊക്കെ പരിശുദ്ധ അമ്മയുടെ മടി ഉണ്ട്. ഇവിടെ ക്രൂശിതനായ ഈശോ കുരിശിൽ മരിച്ചു. അതിനുശേഷം ആ കുരിശിൽ നിന്നും താഴെ ഇറക്കിയപ്പോൾ അമ്മയുടെ മടിയിൽ ഇടം കണ്ടെത്തി. ആരോരുമില്ലാത്തവർക്കും ആലംബമില്ലാത്തവർക്കുമൊക്കെ അമ്മയുടെ മടി സുരക്ഷിതമായ ഒരിടമാണ് എന്നൊരു വലിയ ബോധ്യം അവിടെ വെച്ച് എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് കൂടുതൽ അമ്മയോട് ചേർന്ന് നിൽക്കുവാനും അമ്മയിലേക്ക് കൂടുതൽ ആളുകളെ അടുപ്പിക്കുവാനും ഒരു തീരുമാനം അവിടെ വെച്ചെടുക്കാനും ഇടയായി. 1996 ജനറൽ ചാപ്റ്റർ ലൂർദിൽ വെച്ചായിരുന്നു. ആചാര്യയുടെ കൂടെ അച്ഛൻ്റെ ഒരു ശുശ്രൂഷകനായിട്ട് അച്ഛനെ ഞാനും അനുഗമിച്ചു. ലൂർദിലെ ഏറ്റവും സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ തീർത്ഥാടനം. ചാപ്റ്ററിന് പോയതാണെങ്കിലും എനിക്കൊരു വലിയ തീർത്ഥാടനമായിരുന്നു. 25 ദിവസത്തിലധികം അവിടെ താമസിക്കുവാനും എല്ലാ ദിവസവും തന്നെ ഗ്രോട്ടോയിൽ പരിശുദ്ധ അമ്മയുടെ ആ തൃപാദത്തിൽ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ തന്നെ മനസ്സ് കുളിർക്കുന്ന ഒരനുഭവം, വളരെ ഭക്തിയോടെ അമ്മയുടെ തിരുമുമ്പിൽ ആളുകൾ വ്യാപരിക്കുന്നത് കണ്ടപ്പോൾ എത്രയോ അധികം ഞാൻ കൂടുതൽ വളരണം ഭക്തിയിലും ദൈവമാതാവിനോടുള്ള സ്നേഹത്തിലും എന്നൊക്കെയുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. അവിടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബോധ്യം, പരിശുദ്ധ അമ്മയിലേക്ക് ആരെയും ആകർഷിക്കുന്നില്ല. അമ്മയുടെ അടുത്തെത്തുന്നവരെല്ലാം ദിവ്യകുമാരനിലേക്ക്, ഈശോയിലേക്കാണ് നയിക്കുന്നത്. ലൂർദിലും മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും എല്ലാം കാണാൻ സാധിക്കുന്ന വലിയൊരു സത്യമാണത്. അവിടെ വെച്ച് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നവരെ കുമ്പസാരക്കൂട്ടിലേക്കാണ് പോകുന്നത്. അനുരഞ്ജന കൂദാശ ഏറ്റവും ഭക്തിയോടുകൂടിയും ഫലപ്രദമായിട്ടും ആ കൂദാശ നിർവഹിച്ചതിന് ശേഷം ആ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഈശോയോട് അനുരഞ്ജനപ്പെട്ട് വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുന്ന വലിയൊരു അത്ഭുതകരമായ കാഴ്ച അവിടെ കാണാൻ എനിക്ക് സാധിച്ചു. അവിടെയും ഞാൻ ആദ്യ കുരിശുമല ആശ്രമത്തിൽ വന്നപ്പോൾ കാനായിലെ ആ കല്യാണ വിരുന്നിലെ സംഭവമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് വായിക്കാനും ധ്യാനിക്കാനായിട്ട് കിട്ടിയത്. ആ സംഭവത്തിലെ പരിശുദ്ധ അമ്മ യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അവൻ പറയുന്നത് ചെയ്യുക. അപ്പോൾ അവനിലേക്ക് അമ്മ നയിക്കുകയായിരുന്നു. ഇന്നും അമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അമ്മ ആകർഷിക്കുന്നു, ഈശോയിലേക്ക് നയിക്കുന്നു. എനിക്ക് പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു വിശ്വാസവും ശരണവും അവസാനം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ വർഷം 2018 ഒക്ടോബർ 5-ാം തീയതി മെജുഗോറിക്ക് പോകാനുള്ള ഒരവസരം ലഭിച്ചു. മെജുഗോറിയിലെ അതും യാദൃച്ഛികമായിട്ട് അത്ഭുതകരമായിട്ട് അമ്മ ആഗ്രഹിച്ച ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ ആ തീർത്ഥാടനം. കാരണം സെപ്റ്റംബർ 1-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ഒരുക്കമായിട്ട് 8 നോമ്പ് ഞങ്ങൾ ആശ്രമത്തിൽ ഭക്തിയോടുകൂടി തന്നെ ആചരിക്കുന്നുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ആശ്രമത്തിൽ വന്ന ഒരച്ഛൻ പറഞ്ഞു, ഞാൻ മെജുഗോറിൽ പോയിട്ട് വരികയാണ്,
എനിക്ക് മാതാവിനോടുള്ള സ്നേഹവും ബന്ധവും ഒക്കെ വളരെ അധികം വർദ്ധിക്കാനിടയായി. അപ്പോൾ അതുകൊണ്ട് അച്ഛന് നിവൃത്തിയുണ്ടെങ്കിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കത് ചിന്തിക്കാവുന്ന കാര്യമല്ല. ഏതായാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് മെജുഗോറിയിൽ പോകാൻ ഇടയാകും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഏതായാലും 8-ാം തീയതി, ഈ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ഈ ഒരു നിയോഗം ചെറുതായിട്ട് മനസ്സിൽ സൂക്ഷിച്ചതേ ഉള്ളൂ. 8-ാം തീയതി ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ലീഡറായിരുന്ന പ്രസാദ് കൊണ്ടുപറമ്പിൽ അച്ഛനെ എന്നോട് ചോദിച്ചു, മെജുഗോറിക്ക് വരാൻ താല്പര്യമുണ്ടോ, മെജുഗോറിക്ക് വരാമെന്നോ എന്ന് ഫോണിൽ കൂടെ ചോദിച്ചു. വേറൊരു സിസ്റ്റർ വഴിയാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് സാമ്പത്തികമായിട്ടൊരു പൈസ പോലും എടുക്കാനില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കുന്നിടത്തോളം പൈസ സ്വരൂപിക്കുക, ബാക്കി ഞങ്ങൾ നോക്കാം. ഏതായാലും ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ ഒരുങ്ങാൻ പറഞ്ഞുകൊണ്ട് ഞാനതിന് റെഡിയായി. ഈ സമയം അച്ഛൻ്റെ ഒരു സ്നേഹിതൻ, അച്ഛനെ സഹായിക്കുന്ന ഒരു സ്നേഹിതൻ പറഞ്ഞു, മരിയാനന്ദച്ചൻ്റെ എല്ലാ ചിലവും ഞാൻ എടുത്തോളാം, അച്ഛനെ കൂടെ കൊണ്ടുപോകുക എന്ന്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത്, അച്ഛനെ ഈ യാത്രയിൽ കൂട്ടണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ഏതായാലും ആ യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു യാത്രയായിരുന്നു. ഞങ്ങൾ 5 ദിവസം മാതാവ് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച ആ സന്ദേശം കൊടുത്ത ആ മലയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാനും എല്ലാം മറന്ന് ശരീരത്തെക്കുറിച്ചോ പരിസരത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ അമ്മയുടെ ആ സാന്നിധ്യത്തിലായിരിക്കാൻ സാധിച്ചു. ഞങ്ങൾ 21 പേരുടെ ഒരു ഗ്രൂപ്പായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ആ മലയിൽ വന്ന് പ്രാർത്ഥിച്ച് വളരെ സമയം ചെലവഴിച്ച് ഇറങ്ങിപ്പോകുന്ന വലിയൊരു അത്ഭുതകരമായ കാഴ്ച. എല്ലാവരും വളരെ സന്തോഷത്തോടെ, ഈ മല കയറാൻ ഇച്ചിരി പാടാണ്, കല്ലും മുള്ളും എന്ന് പറഞ്ഞൊരു മലയെന്ന് പറയാം, പക്ഷെ ആർക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാവരും കയറി ഇറങ്ങി പോകുന്നു. അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തിയത് ഞാൻ സമാധാന രാജ്ഞി എന്നാണ്. മെജുഗോറിയിൽ എത്തുന്നവർക്ക് സമാധാനവും സ്നേഹവും പരസ്പര ബന്ധവും ലഭിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു മനസ്സോടെ, ഒരു സ്നേഹത്തോടെ, ഒരാഗ്രഹത്തോടെ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ പ്രേരണയും കൂട്ടായ്മയും അവിടെ ലഭിക്കുന്നുണ്ട്. അമ്മേ അമ്മേ എൻ്റെ ആശ്രയമേ,